നമ്മൾക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഒന്ന് പോകാം. ഇംതിയാസ് കരീം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇന്നലെ മുതൽ പല പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പല മനുഷ്യരുടെയും ഈ വിസ കാലാവധി തീരാറായി, അപ്പോൾ തീരുന്നതിന് മുൻപ് അവിടേക്ക് എത്തണം, അത് ശരിയാക്കണം, അങ്ങനെയുള്ള കുറേ അധികം ആളുകളൊക്കെ ഉണ്ട്. ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആളുകളുണ്ട്. ഇതിനൊക്കെ ഒരു ബദൽ സംവിധാനം ആലോചിക്കേണ്ടതുണ്ട്. വലിയ ആശങ്കയുണ്ടോ? അവിടെയുള്ള ആളുകളുമായി, യാത്രക്കാരുമായി സംസാരിക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത യാത്രകൾ മുടങ്ങുമ്പോൾ ആ തരത്തിലുള്ള ആശങ്ക അവർക്കുണ്ട്. അതൊക്കെ ഇനി എന്താകുമെന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. ഇപ്പോൾ രാവിലെ 7:25 റിയാദിലേക്കുള്ള ഒരു വിമാനം പുറപ്പെട്ടു. 9:45 റിയാദിലേക്കുള്ള മറ്റൊരു വിമാനം കൂടി, 2 വിമാനങ്ങൾ ഇപ്പോൾ ഓൾറെഡി കരിപ്പൂരിൽ നിന്ന് റിയാദിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കരിപ്പൂരിൽ നിന്ന് റാസൽ കൈമയിലേക്കുള്ള ഒരു എയർ അറേബ്യ വിമാനം കൂടെ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 7:15 7:15 കൂടി ആ വിമാനം കരിപ്പൂരിൽ നിന്ന് പോകുമെന്നാണ് എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈകിട്ട് 8:15 ഒമാനിലേക്ക് ഒമാൻ എയറിൻ്റെ ഒരു വിമാനവും പുതിയതായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇത് അതായത് ഈ 2 രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കരിപ്പൂരിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിപ്പോൾ ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് കരിപ്പൂരിൽ എത്തുകയാണെങ്കിൽ എന്തായാലും ഈ 2 കൃത്യസമയങ്ങളിൽ തന്നെ ആ വിമാനം ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഒമാനിലേക്കും അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്ന് റാസൽ കൈമയിലേക്കും 2 വിമാനങ്ങൾ ഇന്ന് വൈകിട്ടോട് കൂടി പോകും എന്നാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഉയരുന്നൊരു പരാതി, ഇന്ന് രാവിലെയും ഒക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ ട്രാവൽസിൽ നിന്നൊന്നും കൃത്യമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് ലഭിക്കുന്നില്ല എന്നൊരു പരാതി വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ ഈ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വരുമ്പോൾ വലിയ യാത്രക്കാരുടെ തിരക്ക് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണാമായിരുന്നു. പക്ഷേ വളരെ നേരത്തെ തന്നെ വിവരമൊക്കെ കിട്ടിയത് കൊണ്ട് ഇന്ന് അത്തരത്തിൽ ഇതറിയാതെ, ഫ്ലൈറ്റ് ക്യാൻസലായി എന്നറിയാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നൊരു സ്ഥിതിവിശേഷമൊന്നും ഇന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ വന്ന സമയത്ത് ഈ 2 നിലവിൽ ഷെഡ്യൂൾ ചെയ്ത് നിലവിൽ പുറപ്പെട്ട വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ വളരെ സുഗമമായി ഇവിടുന്ന് പോവുകയും ചെയ്തു. അതോടൊപ്പം 2 വിമാനങ്ങൾ, റിയാദിൽ നിന്നുള്ള 2 വിമാനങ്ങൾ ഇവിടെ എത്തി. രാവിലെ 8:25 കൂടി ഒരു വിമാനം ഇവിടെ ലാൻഡ് ചെയ്തിരുന്നു. അതിൽ നിന്നുള്ള യാത്രക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യം, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു യാത്രക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആദ്യം ഷെഡ്യൂൾ ചെയ്ത് ആദ്യം പോകാനിരുന്ന വിമാനം ക്യാൻസൽ ചെയ്തു. അത് യുദ്ധ സാഹചര്യത്തിൽ ക്യാൻസൽ ചെയ്തു. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഇംതിയാസ് കരീം നൽകിയത്.